കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? നമസ്കാരം, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അമ്മ എന്ന് പറയാൻ പോലും പറ്റില്ല. AMMA താരസംഘടന ഇത്ര അധികം ചീഞ്ഞ് നാറിയിട്ടുള്ളൊരു സംഘടനയും അതിലുള്ള ചീഞ്ഞ് നാറിയ ഒരാൾക്കാരും. ഇവന്മാരുടെ വിചാരം സാധാരണ അല്ലെങ്കിൽ മറ്റ് മനുഷ്യരെക്കാളും മുകളിലാണ് ഇവരെന്നുള്ളതാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് നടക്കുന്ന വിവാദങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു നോർമലായിട്ട് കൾച്ചറുള്ള കുറച്ച് ഒരു മനുഷ്യന്മാരുണ്ടല്ലോ, ആ ഒരു ഗണത്തിൽ പോലും പെടുത്താൻ പറ്റാത്ത കുറച്ച് കൾച്ചറില്ലാത്ത കുറച്ച് ആൾക്കാരുള്ളൊരു സംഘടന എന്ന് മനസ്സിലാവും. ഒരുപാട് വിവാദങ്ങൾ റീഡായിട്ടുണ്ടായിട്ടുണ്ട്. അൻസിബയെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അൻസിബ കൊടുത്ത പരാതിയും സത്യം പറയാലോ, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല. കാരണം ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്ത സമയത്ത് അൻസിബ ഒരു മത്സരാർത്ഥിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അൻസിബ. അൻസിബ പുറത്തു പോയ സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലായതാണ്, അന്ന് അൻസിബ പുറത്തു പോകേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ബിഗ് ബോസായിട്ട് കണക്ട് ചെയ്യല്ല, പക്ഷേ ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അൻസിബയുടെ ക്യാരക്ടർ മനസ്സിലാവും. അൻസിബ അങ്ങനെ പോകേണ്ട ഒരു വ്യക്തിയായിരുന്നില്ല, അതിനെ പുറത്താക്കിയ എന്നുള്ള വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പുറത്തെത്തിയതിന് ശേഷം അൻസിബ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അൻസിബയുടെ വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത്. ഞെട്ടിപ്പോയി ഞാൻ ആ വോയിസ് ക്ലിപ്പ് കേട്ട സമയത്ത്. ഈ ഒരു ബിഗ് ബോസിലൂടെ, ഇപ്പോൾ ദൃശ്യം സിനിമയല്ല, മറ്റുള്ള സിനിമകളല്ല, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിലൂടെ കണ്ടിട്ടുള്ള അൻസിബയെ കണ്ടിട്ടുള്ള ഒരുവിധം എല്ലാവരും അൻസിബയെ വളരെ ധീരയായിട്ടുള്ളൊരു വനിത, പുലിക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര സൂപ്പറായിട്ട്, എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് നീതിയുടെ ഭാഗത്ത് നിന്ന് നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് അൻസിബ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒന്ന് അൻസിബയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, ആ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം. രണ്ടാമത് നീന കുറുപ്പിൻ്റെ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ടിനി ടോമിനെതിരെ കൊടുത്തിട്ടുള്ള പരാതിയുടെ കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ഈ ടിനി ടോം, ഞാൻ ഇവനെ ഒരു പ്രാവശ്യം ഈ ചങ്ങായിനെ ദുബായിൽ നിന്ന് കണ്ടിരുന്നു കേട്ടോ. അന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനിലാണ് ടിനി ടോം അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ക്രിസൈസിൽ വെച്ചിട്ടൊരു ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ചിട്ട് കണ്ടത്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രസക്തമല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവനൊക്കെ ഒരു കലാകാരനാണ്. അല്ല, കലാകാരൻ എന്നുള്ളൊരു ആ ഒരു വാക്കിന് പോലും ഒരു ഇത് കൽപ്പിക്കാത്ത ആൾക്കാരാണ്. എന്തായാലും ഞാൻ ആദ്യം ഈ അൻസിബയുടെ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നീന ഗ്രൂപ്പിൻ്റെ കത്തിലേക്ക് പോകാം. അതിനുശേഷം ആലപ്പി അഷ്റഫിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഈ അൻസിബയെക്കുറിച്ച് ഈ അതിൽ തന്നെയുള്ളൊരു മുതിർന്ന നടൻ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സോ ദാറ്റ് എന്നാലേ ഇത് കുറച്ച് കൂടുതൽ പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുള്ളൂ. അൻസിബയുടെ വോയിസ് കേട്ടോ. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീന കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പല കാര്യങ്ങളും നടക്കുന്ന സമയത്ത് ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവില്ല. ചില ആൾക്കാരുടെ ക്യാരക്ടർ നമ്മൾ ഈ മീഡിയയിലൂടെ മാത്രമേ കാണുള്ളൂ. അവരെന്താണ് യഥാർത്ഥത്തിലുള്ളത് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം വീണ്ടും സ്ട്രെസ് ചെയ്യാൻ കാരണം എന്താ പറയുക, ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൻ്റെ പ്രേക്ഷക ആയിരിക്കില്ല ഈ ഒരു വീഡിയോ കാണുന്നവർ. എല്ലാവരും കാണുന്ന ഷോ ഒന്നുമല്ല, ഒരു കുറച്ച് വിഭാഗം മാത്രം കാണുന്ന. പക്ഷേ ആ ഷോയിലൂടെ ഈ സ്ത്രീ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് കണ്ടവർ ഒരിക്കലും അൻസിബയെ കുറ്റം പറയില്ല.
ഇന്ന് അൻസിബയെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് മറ്റവരുടെ പെയ്ഡ് ആൾക്കാർ മാത്രമാണ്. വളരെ കൃത്യമായിട്ട് പെയ്ഡ് ഇതിൻ്റെ പുറകിലുള്ള അജണ്ട നടക്കുന്നുണ്ട് ഇതിനെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും മോശമായിട്ട് അൻസിബയെ ചേർത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ലാലേട്ടനായിട്ടാണ്. അതിൻ്റെ ഒരു കാര്യം ആലപ്പി അഷ്റഫ് പറഞ്ഞിട്ടുള്ള കാര്യം അത് ഞാൻ പ്ലേ ചെയ്യാം. ഇത്രയൊക്കെ വളരെ കൃത്യമായിട്ടും അൻസിബ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് നീനാക്കുറുപ്പ് നിന്നിട്ടും പല തെളിവുകളും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം, തെളിവില്ലാതൊന്നും വന്ന് പറയുന്നില്ല, തെളിവുകളും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടും ഇതൊക്കെ പൊതുസമൂഹം ന്യൂസ് ചാനൽസിലൂടെയും പല ചാനൽസിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചില സ്ത്രീകൾ ഇവന് സപ്പോർട്ടായിട്ട് വരുന്ന കാണുന്ന സമയത്ത് ഞാൻ ആൾക്കാരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് അത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ചില സ്ത്രീകൾ വരുന്ന സമയത്ത് പുച്ഛം തോന്നുന്ന നിങ്ങളൊക്കെ എന്ത് താരങ്ങൾ, നിങ്ങളൊക്കെ ചില ആൾക്കാരുടെ പഴയ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ജനം പൊതുമധ്യത്തിൽ നിങ്ങളൊക്കെ കാർക്കിച്ച് തുപ്പുന്ന രീതിയിലാണ് നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പുറത്തുള്ളത്. സ്ത്രീകൾക്ക് ശത്രു സ്ത്രീകൾ തന്നെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പം നീ അൻസിബയുടെ കേസിൽ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇനി നീനാക്കുറുപ്പിൻ്റെ ഒരു ലെറ്റർ ഉണ്ട് കേട്ടോ ഇവനെതിരെ, ഈ ടി ടോമിനെതിരെ നീനാക്കുറുപ്പിൻ്റെ ഒരു ലെറ്ററാണ്. ഇത് കുറച്ച് തെറിയുടെ അംശമുണ്ട്, എന്നാലും പ്ലീസ് ഒന്ന് താല്പര്യമുള്ള മാത്രം കാണുക. ഹെഡ്സെറ്റ് നിർബന്ധം. അമ്മ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ടിനി ടോമിൻ്റെ ആവർത്തിച്ചുള്ള ദുർവ്യവഹാരം, അസഭ്യവും അംഗീകരിക്കാനാകാത്തതുമായ പെരുമാറ്റം എന്നിവയെ സംബന്ധിച്ച് ഗൗരവകരമായ ഔദ്യോഗിക പരാതി സമർപ്പിക്കുന്നതിനായി ഞാൻ ഈ കത്ത് എഴുതുന്നു. ഇതൊക്കെ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യം. എത്രയോ സംഘടനകളുണ്ട് ഈ ലോകത്ത്. വെറും 500 ആൾക്കാരായിട്ടുള്ളൂ, വെറും 500 മെമ്പേഴ്സ് മാത്രമുള്ള ഈ ഒരു തൂറ്റിലാണ്ടി സംഘടന എന്ന് പറയാം. ഈ വിറ്റങ്ങൾക്കൊക്കെയുള്ള വില എന്ന് പറഞ്ഞാൽ നമ്മുടെ 150 രൂപ ടിക്കറ്റാണ്. 150 രൂപ, 100, 200, 150 രൂപയുടെ അതാണ് ഇവരെയൊക്കെ വില. 2026 ഫെബ്രുവരി 13 കൊച്ചിയിൽ റീജിയണൽ സ്പോർട്സ് സെൻ്ററിൽ അമ്മ കുടുംബ സംഗമത്തിൻ്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. ശ്രദ്ധിക്കുക, ഹെഡ്സെറ്റ് ചെയ്യുക. മൈരേ, നിങ്ങൾ സ്ക്രീനിൽ കാണാറില്ല, പട്ടി പൊലയാടി മോളെ നിൻ്റെ അമ്മയുടെ ഡാഷ്, അതൊക്കെ പറയാൻ വയ്യ. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇപ്പം ഉപയോഗിച്ച് എടാ പുരുഷന്മാരോടെ കാണുന്നുണ്ടെങ്കിൽ വിവരം അറിയും. സ്ത്രീകൾക്ക് നേരെ എന്നിട്ട് ഒന്നും അറിയില്ല, അവനൊന്നും മുണ്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എൻ്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈമുട്ടി മുറുക്കി ആക്രമണോസുക്തമായ രീതിയിൽ എൻ്റെ നേരെ മുന്നേറുകയും ചെയ്തു. പുല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. കോമാളി. എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. അവർ പിടിച്ചു മാറ്റിയതിന് കാരണമാണ് അന്നേ ദിവസം ഞാൻ ശാരീരികമായി മർദ്ദിക്കപ്പെടാഞ്ഞത് എന്നതാണ് സത്യം. ഇത്തരം പെരുമാറ്റം ഭീതിപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതും ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിന് യോജിക്കുന്നതുമായല്ല, ഒരു മനുഷ്യന് യോജിക്കുന്നതല്ല. ബാക്കിയല്ലേ പിന്നെ എക്സിക്യൂട്ടീവ് സ്ത്രീകളെ നേർക്ക് കയ്യും കാലും മുഷ്ടി ചുരുട്ടി തോന്നിയ ദിവസം തെറിയും പറഞ്ഞു വരുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ലെന്ന കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ടിനി ടോം പല അവസരങ്ങളിൽ നേരിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പൊതുസ്ഥലങ്ങളിലുമായി മറ്റും പലരോടും അസഭ്യവും അപമാനകരവും വേദനിപ്പിക്കുന്നതുമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ അപമാനിക്കുന്ന തരത്തിലുമാണ്. ദുബായിൽ ഞാനുള്ള സമയത്ത് ഒരാളിനോട്, ഈ ചങ്ങായിനെ പരിചയമുള്ള ഒരാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കുടുംബത്ത് കയറ്റാനും 4 ആളുടെ സംസാരിക്കാനും പിന്നെ അണ്ടറുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വായെന്ന് അഞ്ചാതി വാക്കുകളാണ് എൻ്റെ വരിക എന്നുള്ളത്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിൻ്റെ മേൽ മതതീവ്രവാദത്തെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിൽ അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കുളിക്കടവ് സെറ്റപ്പുകളുടെ ഇതിന് ഞാൻ സാക്ഷിയാണ്. ഒന്നുമില്ലെങ്കിൽ ഇത്രയധികം പ്രായമില്ലേ അവനാരും ഇത്രയധികം ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ കേൾക്കാൻ അവരുടെ കുടുംബവും മക്കളൊക്കെ ബാക്കിയില്ല. അതെങ്കിലും ആലോചിക്കണ്ടേ. ഈ ആവർത്തിച്ചിട്ടുള്ള പെരുമാറ്റ രീതി അസോസിയേഷനുള്ളിൽ ഭയം, അസ്വസ്ഥത, അനാദരം എന്നിവ നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേക ചില വനിതാ അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭീഷണിപ്പെടുത്തലിനും പരസ്യമായ അവമാനങ്ങൾക്കും ഭയന്ന് തുറന്ന് അഭിപ്രായം പറയാൻ പോലും മടിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ കണ്ട് തോന്നിയാസം വിളിച്ചു പറയുന്ന വിചാരിച്ചിട്ട് ഒരാളെ പേടിച്ച് നടക്കാറുണ്ട്. ആ വിളിച്ച് പറയണ ഇവനൊക്കെ എന്ത് വിലയാണ് നാട്ടിൽ, എന്ത് വിലയാണിത്? 5 പൈസ വില ഉണ്ടോ? ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്
സത്യനിഷ്ഠ, പരസ്പര ബഹുമാനം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതാണ് അല്ലാതെ അതിനെ തകർക്കുന്നതല്ല. അതുകൊണ്ട് ഈ വിഷയത്തെ അതീവ ഗൗരവമായി പരിഗണിച്ച് അടിയന്തരവും നിഷ്പക്ഷവുമായ അന്വേഷണം ആരംഭിക്കണമെന്നും തുടർന്ന് അദ്ദേഹത്തിനെതിരെ അനുയോജ്യമായ ശാസന നടപടികൾ സ്വീകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആവശ്യമായ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതിനും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നതിനും ഞാൻ സന്നദ്ധയാണ്. അസോസിയേഷൻ്റെ പരമോന്നത അധികാരികളെന്ന നിലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും എല്ലാ അംഗങ്ങൾക്കും സുരക്ഷിതവും മാന്യവും ബഹുമാനപൂർണ്ണമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുള്ള ആവശ്യമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മീനാക്കുറുപ്പ് AMMA അസോസിയേഷൻ എന്നിട്ട് മറ്റേ പ്രസിഡൻറ്റിന് കൊടുത്തിട്ടുള്ള സാറാണ്. മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് അസോസിയേഷൻ്റെ മുന്നിൽ വന്നിട്ടില്ല, വരട്ടെ അപ്പം പറയാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള ആളാണ് കഥ. ഇനി ഞാനിതിൽ ആലപ്പി അഷ്റഫിൻ്റെ ഒരു വീഡിയോ വയ്ക്കാം. പുള്ളി അൻസിബ ഇതിൽ എതിരാളികളില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ഒരു സീനിയർ നടൻ പറഞ്ഞിട്ടുള്ളത്, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന നടൻ എന്ന് പറഞ്ഞു. ആലപ്പി അഷ്റഫ് ഇത് പറയാത്തത് കൊണ്ട് ഞാൻ ആ ആളുടെ പേര് ഞാൻ അതിൽ പറയുന്നില്ല. കമൻറ്റ് ബോക്സ് അത് ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഏതാണ് ഈ നടൻ എന്നുള്ളത്. സമക്ഷം ആവലാതികൾ പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നത് അൻസിബ ഹസനാണ്. തന്റെ നേരെയുണ്ടായ മാനസിക പീഡനവും ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെയുമാണത്. അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ആയിരുന്നല്ലോ. അങ്ങനെ അവരെ തെരഞ്ഞെടുക്കണമെങ്കിൽ താരസംഘടനയിലെ അംഗങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടവും അടുപ്പവും എത്രയുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർക്കെങ്കിലും അവളോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംസ്കാര ശൂന്യമായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ ഈ വർഗീയത ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സംഘടനയ്ക്കുള്ളിലും ഈയിടെ റീസെൻ്റായിട്ട് ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഞാൻ ആ ഒരു കാര്യങ്ങളെല്ലാം കൂട്ടി കുഴയ്ക്കുന്നത്, പക്ഷേ ഞാൻ വേറെ ടോപ്പിക്കായിട്ട് ചെയ്യാൻ വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. വെണ്ണല ക്ഷേത്രത്തിൽ ദല്ലാൾ നന്ദകുമാർ ത്രൂ 75 ലക്ഷം രൂപയുടെ ഒരു കരാറും അതിൽ 30 ലക്ഷം രൂപയോളം അമ്മ AMMA സംഘടനയ്ക്ക് കൊടുത്തു, അതായത് പ്രസിഡന്റ് മറ്റേ അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? പരസ്യത്തിന് വേണ്ടിയിട്ടാണ് അത്രേ. ഇപ്പോൾ ഏതായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പ്രത്യേകിച്ച് വേറൊരു വീഡിയോയിൽ പറയുന്നില്ല. ഒരു അമ്പലം, ഇപ്പോൾ ഞാനൊരു ഹിന്ദു ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, നമ്മളൊക്കെ ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നുണ്ട്, അമ്പലങ്ങൾക്ക് സംഭാവനയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇത് തന്നെ പറയട്ടെ, ഈ വെണ്ണല ക്ഷേത്രത്തിൽ നിന്ന് ഈ ഒരു താരസംഘടനയിലെ കുടുംബ സംഗമം നടത്താൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായി. പറഞ്ഞെന്താണെന്നറിയോ? KSRTCയുടെ മേലടക്കം പരസ്യം കിടക്കുന്നുണ്ട്, ദേവസ്വത്തിൻ്റെയൊക്കെ പരസ്യമുണ്ട് പലർക്കും. അതുപോലെ എന്താ പരസ്യം ഞങ്ങൾക്ക് ചെയ്താലെന്ന്. ഭഗവാൻ എന്തിനാണ് പരസ്യം? വളരെ നിസ്സാരമായിട്ട് ഇതൊക്കെ എന്തിനാണ് കൊടുത്തതെന്നുള്ളത് മനസ്സിലാക്കാൻ കെൽപ്പുള്ള ആൾക്കാരാണ് മലയാളികൾ, അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ബാക്കി കുറച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്തൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് വരാം. ഇന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.